കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. STD 3 3-ാം ക്ലാസ്സിലെ ഓണം എക്സാം റിവിഷൻ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന EVS ആണ് കേട്ടോ. EVS പരിസ്ഥിതി പഠനമാണ്. EVS നിങ്ങൾ പഠിച്ചു തുടങ്ങിയായിരുന്നോ? ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ടീച്ചർ ഇതിനു മുൻപും കുറച്ച് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. കാറ്റഗറൈസ് ക്രീച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദ മൂവ്മെന്റ്. സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ പട്ടികപ്പെടുത്തുക. സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ പട്ടികപ്പെടുത്തുക. അപ്പോൾ എന്താണ് സഞ്ചാര രീതി? സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ എത്രയായിട്ട് തരംതിരിക്കാം എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം കണ്ടുപിടിക്കണം. കാറ്റഗറൈസ് ക്രീച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദ മൂവ്മെന്റ്. മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ സഞ്ചരിക്കുന്ന, അവർ ചലിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് ആദ്യം തരംതിരിക്കാം. എങ്ങനെയൊക്കെ തരംതിരിക്കാം നിങ്ങൾ പറഞ്ഞേ? യെസ്, വാക്കിംഗ്, ക്രോളിംഗ്, ഫ്ലൈയിങ്, സ്വിമ്മിങ്. നടക്കുന്നവ, ഇഴയുന്നവ, പറക്കുന്നവ, നീന്തുന്നവ. എങ്ങനെയൊക്കെ നമുക്ക് തരംതിരിക്കാം, പട്ടികപ്പെടുത്താം? വാക്കിംഗ് നടക്കുന്നവ, ക്രോളിംഗ് ഇഴയുന്നവ, ഫ്ലൈയിങ് പറക്കുന്നവ, സ്വിമ്മിങ് നീന്തുന്നവ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ 4 കോളം റെഡിയാക്കാം. അപ്പോൾ 4 കോളം എങ്ങനെയാണ്? വാക്കിംഗ് നടക്കുന്നവ, ക്രോളിംഗ് ഇഴയുന്നവ, ഫ്ലൈയിങ് പറക്കുന്നവ, സ്വിമ്മിങ് നീന്തുന്നവ. ഓക്കെ, 4 കോളം റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഓരോന്നിനും എന്തൊക്കെയാണ്? വാക്കിംഗ് നടക്കുന്നവ, നടക്കുന്ന ക്രീച്ചേഴ്സ് ഏതൊക്കെയാണ്? നടക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? വാക്കിംഗ് നടക്കുന്ന ജീവികൾ ഏതൊക്കെയാ? മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ് മനുഷ്യൻ, കൗ പശു, കാറ്റ് പൂച്ച, ഡോഗ് നായ, ഡക്ക് താറാവ്. ഇവരെന്താണ്? നടക്കുന്നവരാണ് അല്ലേ? വാക്കിംഗ് നടക്കുന്നവർ. അത് കഴിഞ്ഞാലോ എന്താണ്? ക്രോളിംഗ് ഇഴയുന്നവ. ഇഴയുന്നവ പട്ടികപ്പെടുത്തുക. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ജീവികൾ പറഞ്ഞേ. ക്രോളിംഗ് ഇഴയുന്നവ ഏതൊക്കെയാ? യെസ്, സ്നേക്ക് പാമ്പ്, ലിസാർഡ് പല്ലി, സെന്റിപീഡ് പഴുതാര, മില്ലിപീഡ് അട്ട. ഇതൊക്കെ എന്താ? ഇഴയുന്നവയാണ്. ഏതൊക്കെയാ? സ്നേക്ക് പാമ്പ്, ലിസാർഡ് പല്ലി, സെന്റിപീഡ് പഴുതാര, മില്ലിപീഡ് അട്ട. ഇവ ഇഴയുന്നവയാണ്. അപ്പോൾ ഇത് നമുക്ക് പട്ടികപ്പെടുത്താലോ? ആദ്യം നമ്മൾ വാക്കിംഗ് നടക്കുന്നവ. ഇപ്പോൾ
ക്രോളിംഗ് ഇഴയുന്നവ എഴുതി. നെക്സ്റ്റ് എന്താണ്? യെസ്, ഫ്ലൈയിങ് പറക്കുന്നവ. എന്താ? ഫ്ലൈയിങ് പറക്കുന്ന ജീവികൾ ഏതൊക്കെയാ? നിങ്ങൾക്കറിയാം. ക്രോ കാക്ക, പാരറ്റ് തത്ത, ഈഗിൾ പരുന്ത്, പിജൺ പ്രാവ്. ഇതുപോലെ ഒത്തിരി ഉണ്ട് കേട്ടോ. കാക്ക, തത്ത, പരുന്ത്, പ്രാവ് ഇതെല്ലാം പറക്കുന്നവയാണ്. ക്രോ, പാരറ്റ്, ഈഗിൾ, പിജൺ. ഇതുപോലെ നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതാം കേട്ടോ. അടുത്ത നമുക്ക് എങ്ങനെ തരംതിരിക്കാം? നാലാമതായിട്ട് എങ്ങനെയാ? സ്വിമ്മിങ് നീന്തുന്നവ. സ്വിമ്മിങ് നീന്തുന്നവ ഏതൊക്കെയാണ്? ഫിഷ് മീൻ, ടോട്ടോയിസ് ആമ, ബ്ലൂ വെയിൽ നീലത്തിമിംഗലം, ഡക്ക് താറാവ്. ഡക്ക് നമുക്ക് നടക്കുന്നവയിൽ എഴുതാം, നീന്തുന്നവയിൽ എഴുതാം കേട്ടോ. ഡക്ക് നമുക്ക് നടക്കുന്നവയിൽ എഴുതാം, നീന്തുന്നവയിൽ എഴുതാം. ടീച്ചർ അങ്ങനെ രണ്ടിലും എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഡക്ക് നീന്തുകയും ചെയ്യും, നീന്തുകയും ചെയ്യും അല്ലേ? നടക്കുകയും നീന്തുകയും ചെയ്യും. അപ്പോൾ ഫിഷ് മീൻ, ടോട്ടോയിസ് ആമ, ബ്ലൂ വെയിൽ നീലത്തിമിംഗലം, ഡക്ക് താറാവ് ഇതുപോലുള്ളവയാണ് നീന്തുന്നവയിൽ വരുന്ന ജീവികൾ. അപ്പോൾ ക്രീച്ചേഴ്സിനെ മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ, സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ പട്ടികപ്പെടുത്താൻ പറഞ്ഞാൽ 4 ആയിട്ട് പട്ടികപ്പെടുത്തുക. വാക്കിംഗ് നടക്കുന്നവ, ക്രോളിംഗ് ഇഴയുന്നവ, ഫ്ലൈയിങ് പറക്കുന്നവ, സ്വിമ്മിങ് നീന്തുന്നവ. ഇനി അങ്ങനെയുള്ള ജീവികളുടെ പേരെന്ത് ചെയ്താൽ മതി? താഴെ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, തെറ്റില്ലല്ലോ? നോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.